السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഉസ്സികും ഇബാദല്ലാഹി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞു പോകേണ്ടുന്ന ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്നവനാണ് മനുഷ്യൻ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ്. ഒരു മനുഷ്യനായി ദുനിയാവിലേക്ക് നമ്മൾ ജനിച്ചു വീണിട്ടുണ്ടോ, നിർബന്ധമായും ഒരുപാട് ഘട്ടങ്ങളിലൂടെ, ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ്. ഏറ്റവും വലിയ ഒരു ഖേദം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിരാശ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ മനുഷ്യൻ നിരാശനാവേണ്ടവനാണോ, അതല്ലെങ്കിൽ അവൻ്റെ പരീക്ഷണങ്ങളിൽ പതറിപ്പോവേണ്ടവനാണോ? ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരാകുന്ന ആളുകൾ ആരാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസൽ, അംബിയാക്കളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച നബിമാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടത്. പിന്നെ അവർക്ക് തത്തുല്യമായവർ, പിന്നീട് അവർക്ക് തത്തുല്യമായവരാണ് പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു ഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വീണ്ടും പറഞ്ഞു ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഓരോ മനുഷ്യനും അവൻ്റെ ദീനിനനുസരിച്ചുകൊണ്ട് എത്രത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ആ പരീക്ഷണങ്ങൾ? അവൻ്റെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായം നേരിട്ടറിഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിന് ഇത്ഖാൻ, അവൻ്റെ ഹൃദയത്തിന് ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ ആ റസൂലുമാർക്ക്, ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് എന്തൊക്കെയാണ് എന്ന് അറിയുകയും ഏതൊരു നിലപാടാണ് അവരെല്ലാം സ്വീകരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുകയും ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ അവർക്ക് ലഭിച്ചതുപോലെയുള്ള ശമനം, അവർക്ക് ലഭിച്ചതുപോലെയുള്ള വിടുതികൾ, അവർക്ക് ലഭിച്ചതുപോലെയുള്ള പരിഹാരങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ അംബിയായിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 68, 69 ആയത്തുകളിലൂടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവടങ്ങുന്ന സമൂഹത്തിന്, തൻ്റെ ഖൗമിന് അദ്ദേഹം ദഅവത്ത് ചെയ്തു. തൗഹീദിലേക്ക് അദ്ദേഹത്തിന്റെ സമൂഹത്തെ മുഴുവൻ ക്ഷണിച്ചു. മാത്രമല്ല, അവരുടെ ബിംബങ്ങൾക്കും അവരുടെ കല്ലുകൾക്കും അവരുടെ മുള്ളുകൾക്കും ഒന്നും യാതൊരു കഴിവുമില്ല എന്ന് അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്തായിരുന്നു അതിനുള്ള ശിക്ഷയായിക്കൊണ്ട്, അതിനുള്ള മറുപടിയായിക്കൊണ്ട് അവർ തീരുമാനിച്ചത്? സൂറത്തുൽ അംബിയാഇന്റെ 68-ാമത്തെ ആയത്തിൽ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലിൻ. അവർ തീരുമാനിച്ചത്, നിങ്ങൾ അദ്ദേഹത്തെ കരിച്ചു കളയുക, നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതി, എന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഘട്ടത്തിലും സ്വീകരിച്ചു വന്നത്. എന്തായിരുന്നു അതിന്റെ മറുപടി? നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു പറയാണ്, ഞാൻ പറഞ്ഞു തീയിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ നീ തണുപ്പും രക്ഷയുമായി കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ നടത്താൻ സബബുകൾക്കപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അല്ലാഹു മതി എന്ന് പറയിപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും, ഇനി ഒരു രക്ഷയില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും, നമ്മൾ ഒരിക്കലും അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ നമ്മൾ ഒരിക്കലും കൈവടിയാൻ പാടില്ല. ഹസ്ബി അല്ലാഹ്, അള്ളാഹു എനിക്കതിനൊരു പരിഹാരം കാണിച്ചു തരുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാഇന്റെ 74-ാമത്തെ ആയത്തിലൂടെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അദ്ദേഹം നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ടവന്മാരായ, ഏറ്റവും മ്ലേച്ഛാവൃത്തികൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരുന്ന ഒരു സമൂഹമായിരുന്നു. അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുന്ന, ആ രൂപത്തിൽ അത്രയും തരം താഴ്ന്ന വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം. പക്ഷേ ആ സമൂഹത്തിൽ ജീവിച്ചിട്ടും, തിന്മകൾ പൊതുവൽക്കരിക്കപ്പെട്ടിട്ടും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ തിന്മയിലേക്കോ മറ്റു മോശമായ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും തന്നെ പോയില്ല. എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ആ വിഷയത്തിൽ പരാജയമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് പോലും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തിന്മയിലേക്ക് പോയാൽ ആരും ആക്ഷേപിക്കുന്നില്ല. കാരണം ആ സമൂഹം മുഴുവൻ അങ്ങനെയാണ്. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് പറയാനും അതുപോലെ തന്നെ വൃത്തികേടുകളിൽ നിന്ന് അവരെ നിരോധിക്കാനും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അത്രയേറെ കടുത്ത പരീക്ഷണമായിട്ട് പോലും ആ തിന്മയിലേക്ക് ചെന്നു കൊടുക്കാൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അറിവ് നൽകിയിട്ടുണ്ട്. വനജ്ജൈനാഹു മിനൽ ഖറിയത്തി അല്ലതി കാനത് തഅമലുൽ ഖബായിസ്. അദ്ദേഹത്തിനെ ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുത്തു. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? തഅമലുൽ ഖബായിസ്, വൃത്തികേടുകൾ ചെയ്യുന്ന ആ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും ഞാൻ രക്ഷിച്ചെടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകൾ പൊതുവൽക്കരിക്കപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തിന്മയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളത് ഇസ്ലാം നിഷ്കർഷിച്ച അല്ലെങ്കിൽ ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. അതുപോലെ തന്നെ സിനിമ കാണുക എന്നുള്ളത്, അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ സ്ത്രീയുടെ ഔറത്തുകൾ വെളിവാക്കിക്കൊണ്ട് അവർ നടക്കുക എന്നുള്ളത്, അവളുടെ ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുക എന്നുള്ളത്, ഇതൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം, ആ തിന്മകളെല്ലാം പൊതുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു.
അതൊന്നും ഒരു തിന്മയല്ല എന്നുള്ള ഗണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാനസികാവസ്ഥ പോലും എത്തിപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണത്തെ നേരിട്ടത് അവിടെ ആ തിന്മകൾ നടക്കുമ്പോഴും അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ പറയാനും അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാനും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പരീക്ഷണങ്ങളിൽ നമുക്ക് സിനിമ ഇന്ന് പൊതുവൽക്കരിക്കപ്പെട്ട തിന്മയാണ്. അതുപോലെ തന്നെ ഇഖ്തിലാത്ത്, ആണും പെണ്ണും കൂടിക്കലരുക എന്നുള്ളത് പൊതുവൽക്കരിക്കപ്പെട്ട തിന്മയാണ്. മ്യൂസിക് നമ്മുടെ സ്റ്റാറ്റസുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫോണുകളിലും ഒക്കെ നിരന്തരമായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം പൊതുവൽക്കരിക്കപ്പെട്ട തിന്മയാണ്. ആ തിന്മകളിലൊക്കെ നമ്മുടെ നിലപാട് എന്ത് എന്ന് നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹുദൂദ്, അവൻ നിശ്ചയിച്ച ഹുദൂദുകൾ, പരിധികൾ നമ്മൾ ലംഘിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി സ്വന്തത്തോട് ചോദിക്കാൻ നമ്മൾ ആരും മറന്നു പോകരുത്. എങ്കിൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചതായ വിടുതി നമുക്കും ലഭിക്കും. ഒരു സമൂഹത്തെ ശിക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമ്മുടെ സൂക്ഷ്മത കാരണമായി തീരുമെന്നാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാഇന്റെ 83, 84 ആയത്തുകളിലൂടെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരൽ ചൂണ്ടുന്നുണ്ട്. എന്ന് പറയുന്നത് കാണാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഇദ് നാദാ റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അന്നി മസ്സനിയദ്ദുർ, എനിക്കൊരു പ്രയാസം വന്ന് ഭവിച്ചിട്ടുണ്ട്, എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ പ്രയാസം എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവായിക്കൊണ്ട് വ്രണപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടു. നാടിൻ്റെ ഒരു മൂലയിൽ ഒറ്റപ്പെട്ടു. തൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരാളും തന്നെ നോക്കാനുണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ അദ്ദേഹം അങ്ങേയറ്റം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് മൂലയിലായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് ചില പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്. നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ എന്ന് അദ്ദേഹം ആ ഒരു സന്ദർഭത്തിലും അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനുള്ള അചഞ്ചലമായ യഖീനിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എന്താണ് അതിൻ്റെ മറുപടിയായി നമുക്ക് കാണുവാൻ സാധിക്കുക? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി. മാത്രമല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നികത്തി കൊടുത്തു. അല്ലാഹു അദ്ദേഹത്തിന്റെ സമ്പത്തും അതുപോലെ തന്നെ മക്കളും കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാം സൗഖ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്തേ കാരണം? അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനിലുള്ള തവക്കുലും പ്രതീക്ഷയും എല്ലാം കാരണത്താൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാഇന്റെ 87, 88 ആയത്തുകളിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീനവ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലായിരുന്നു യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള ജനതക്ക് മുഴുവൻ തൗഹീദ് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അവരാരും സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ അദ്ദേഹം കോപിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു പോയി. അദ്ദേഹം പിന്നീട് യാത്ര ചെയ്തത് ഒരു കപ്പലിലായിരുന്നു. ആ കപ്പല് ഭാരം കാരണത്താൽ, ആളുകൂടി ഭാരം കാരണത്താൽ ഏതെങ്കിലും ഒരാൾ പുറത്ത് ചാടിയിട്ടില്ല എന്നുണ്ട് എങ്കിൽ കപ്പൽ ഒന്നാകെ മുങ്ങും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവരെല്ലാവരും നറുക്കെടുത്തു. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് വീണു. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കടലിലേക്ക് എറിഞ്ഞു. ആ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭീമാകാരമായൊരു മത്സ്യം വിഴുങ്ങുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചത് ആ ഇരുളുകളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ യാതൊരു ഇലാഹും തന്നെ ഇല്ല, സുബ്ഹാനക നീ എത്രയോ പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ.
പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ചില തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യായീകരിക്കുകയല്ല ചെയ്തത്. അവർ ഞാൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുകയല്ലേ ചെയ്തത്. മറിച്ച് തനിക്ക് വന്നു പോയ വീഴ്ചയെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അദ്ദേഹത്തിന് ഞാൻ മറുപടി നൽകി, അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി. ഇപ്രകാരമാണ് മുഅ്മിനീങ്ങളെ ഞാൻ വിജയിപ്പിക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആ പരീക്ഷണം വന്നപ്പോഴും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. ഞാനൊരു തെറ്റ് ചെയ്തവനാണല്ലോ, ഇനി എനിക്ക് അള്ളാഹുവിൽ നിന്നൊരു വിടുതിയും കിട്ടൂല, അള്ളാഹുവിൽ നിന്ന് ഒരു തൗഫീഖും എനിക്ക് ലഭിക്കൂല എന്നല്ല, മറിച്ച് അള്ളാഹുവിലുള്ള യഖീനും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ വന്നു പോയ ആ തിന്മയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് വിജയം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചെടുക്കുകയാണ് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ തന്നെ 89-90 ആയത്തുകളിൽ, സൂറത്തുൽ അംബിയാഇന്റെ 89-90 ആയത്തുകളിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുന്ന് കാണാം, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ. നമുക്കറിയാം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെട്ട, അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയിട്ടും സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ, അള്ളാഹു ഒരു അനന്തരാവകാശിയില്ലാതെ എന്നെ നീ വിട്ടേക്കരുതേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. മാത്രമല്ല സൂറത്തുൽ മറിയമിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ, അദ്ദേഹത്തിൻ്റെ യഖീനിൻ്റെ ഗൗരവം എത്രയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാം, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ. അള്ളാഹുവേ, എൻ്റെ എല്ലുകൾ ഇതാ നുരുമ്പിപ്പോയിട്ടുണ്ട്, ക്ഷയിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ തലമുടിയെല്ലാം വെളുത്തിട്ടുണ്ട്, അത്രത്തോളം പ്രായാധിക്യമായിട്ടുണ്ട്, തൊലി ചുളിഞ്ഞിട്ടുണ്ട്, എല്ലുകൾ ക്ഷയിച്ചിട്ടുണ്ട്, തലമുടിയെല്ലാം നരച്ചിട്ടുണ്ട്. എന്നിട്ടും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും, വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, നിന്നോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല റബ്ബേ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഫഹബലി മിൻ ലദുൻക വലിയ, അല്ലാഹു എനിക്കൊരു അനന്തരാവകാശിയെ എനിക്ക് നൽകണേ എന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമുള്ള, എത്ര അചഞ്ചലമായ യഖീനാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മളൊന്ന് സ്വന്തം ആലോചിച്ചാൽ മതി. നമുക്ക് സബബുകൾ മുൻനിർത്തിക്കൊണ്ടല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നേയില്ല. നമ്മുടെ മുമ്പിലുണ്ടാകുന്ന സബബുകളുണ്ട് എങ്കിൽ നമ്മൾ ചോദിക്കും. നമ്മുടെ മുമ്പിലുള്ള സബബുകളെല്ലാം അടഞ്ഞു പോയി കഴിഞ്ഞാൽ, കാരണങ്ങളെല്ലാം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരല്ല നമ്മിൽ ഭൂരിഭാഗം ആളുകൾ. പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവസ്ഥ അങ്ങേയറ്റം പ്രായാധിക്യമെത്തിയിട്ടും അദ്ദേഹം ചോദിക്കുന്നത് ഫഹബിലി മിൻ ലദുൻക വലിയ, അള്ളാഹു എനിക്കൊരു അനന്തരാവകാശിയെ എനിക്ക് നീ നൽകണമേ എന്നാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? സൂറത്തുൽ അംബിയായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ. അദ്ദേഹത്തിന് ഞാൻ മറുപടി നൽകി, അദ്ദേഹത്തിന് യഹ്യ എന്ന് പേരുള്ള ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതേത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, യഖീന് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ആരും തിരിയരുത്. എത്ര തന്നെ റിസൾട്ട് ഉണ്ട്, എത്ര തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്നൊക്കെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഒരു കാരണവശാലും അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് മറ്റൊന്നിലേക്ക് ചെല്ലുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ദുനിയാവിൽ നമ്മുടെ പ്രശ്നങ്ങളുമായി കൊണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഒരിക്കലും നമ്മൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയരുത്. ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഹൈറായിട്ടുണ്ടാവുക അത് നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ തന്നെയായിരിക്കും. രോഗശമനം ലഭിക്കാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഹൈറ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നല്ല ലന്ന്, ഏറ്റവും നല്ല സൽവിചാരം വെച്ച് പുലർത്തിക്കൊണ്ടായിരിക്കണം ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പരീക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിക്കണമെന്നും അതുപോലെ തന്നെ അവനെപ്പറ്റി നല്ലത് വിചാരിക്കണമെന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു വാചകമാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം: അഅ്ളമുദ്ദുനൂബി ഇൻദല്ലാഹി തആല ഇസാഅത്തുദ്ദന്നി ബിഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ ഒരു തിന്മ എന്ന് പറയുന്നത് ഇസാഅത്തുദ്ദന്നി ബിഹി, അവനെക്കുറിച്ച് ഏറ്റവും മോശമായ വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹു ഒന്നും എനിക്ക് പുറത്തു തരൂല, അള്ളാഹു എനിക്ക് ഒരു വിടുതിയും തരൂല, ഒരു തൗഫീഖും തരൂല, ഈ രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരാൾ മോശമായ വിചാരം വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ തിന്മയാണ്, അഅ്ളമുദ്ദുനൂബാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരങ്ങൾ കടന്നു വരുമ്പോഴാണ് അവിടെ ശിർക്കിലേക്കൊക്കെ എത്തുക. നമ്മൾ അള്ളാഹു എനിക്ക് പുറത്തു തരില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ഒരു വലിയിലേക്കോ നബിയിലേക്കോ മലക്കിലേക്കോ അല്ലെങ്കിൽ മറ്റേതിലേക്കെങ്കിലൊക്കെ തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ വിചാരമാണ്. നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി എൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തരും, എല്ലാ ഹൈറായ കാര്യങ്ങളും എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും, നാളെ ഖിയാമത്ത് നാളിലെത്തിയാൽ എനിക്ക് ഏറ്റവും നല്ലത് എനിക്ക് അള്ളാഹു നൽകും. ഈ രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും നല്ലതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയാലും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു ഹൈറിലേക്ക് എത്തിക്കാനാണ് എന്നുള്ള ഒരു ദൃഢമായ ബോധ്യം നമുക്കുണ്ടാകണം. മുൻഗാമികളായ സച്ചരിതരായ സലഫുകളൊക്കെ ആ ഒരു കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന് അവരുടെ വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാം: വല്ലാഹി ലൗ ഖുയ്യിർതു ബൈന മുഹാസബത്തില്ലാഹി ലി വമുഹാസബത്തി അബി ലഖ്തർതു മുഹാസബത്തല്ലാഹ് ലിഅന്നഹു അർഹമു ബി മിൻ അബി. അദ്ദേഹം പറയാണ്, എനിക്കെങ്ങാനും എൻ്റെ ഉപ്പയോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ ഈ രണ്ടു പേരിൽ ഒരാൾ എൻ്റെ വിചാരണ നടത്താൻ എനിക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശം നൽകി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരണ നടത്തേണ്ടത് എൻ്റെ ഉപ്പയോ അല്ലെങ്കിൽ അള്ളാഹുവോ, ഇതിലാരുമാണെങ്കിലും ചോയ്സ് തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ചോയ്സ് എനിക്ക് നൽകി കഴിഞ്ഞാൽ ലഖ്തർതു, ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? മുഹാസബത്തല്ലാ, അള്ളാഹു എന്നെ വിചാരണ ചെയ്യണമെന്നാണ് ഞാൻ അതിൽ തിരഞ്ഞെടുക്കുക. ഇത് അദ്ദേഹം പറഞ്ഞത് ലിഅന്നഹു അർഹമു ബി മിൻ അബി, കാരണം എൻ്റെ പിതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പിതാവിനേക്കാൾ എന്നോട് കാരുണ്യം കാണിക്കുന്നവൻ എൻ്റെ അള്ളാഹു മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ഏറ്റവും ഇഹ്സാനായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കണം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് വിചാരിക്കേണ്ടത്. ഏത് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവന് തൃപ്തിയില്ലാത്തൊരു വാചകം, അവന് തൃപ്തിയില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.